കൊച്ചിയിൽ അറസ്റ്റിലായ PFI പ്രവർത്തകൻ മൊയ്തീൻ കുട്ടി മാസ്റ്റർ ട്രെയിനർ കായിക ആയുധ പരിശീലന വിങ്ങിന്റെ കോർഡിനേറ്ററായി വർഷങ്ങളോളം പ്രവർത്തിച്ചു എന്ന് NIAക്ക് വിവരം. മൊയ്തീൻ കുട്ടിയെ അടുത്തയാഴ്ച കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. രാഗിൻ, ഗുഡ് മോർണിംഗ്. പാരിതോഷികമടക്കം പ്രഖ്യാപിച്ചതാണ് ഇയാളെ പിടികൂടുന്നതിന് വേണ്ടി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒടുവിൽ ഇയാൾ പിടിയിലായിരിക്കുന്നത്. മാസ്റ്റർ ട്രെയിനർ എന്ന് പറയുമ്പോൾ എത്രയധികം ആൾക്കാർക്ക് ഇയാളിലൂടെ ട്രെയിനിങ് ലഭ്യമായിട്ടുണ്ടാവും. ആയുധ പരിശീലന കേന്ദ്രമടക്കം ഇതിനു മുൻപും കേരളത്തിൽ നമ്മുടെ ആഭ്യന്തര സംവിധാനത്തിന്റെ മൂക്കിന് കീഴെ പൂട്ടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനർത്ഥം തീവ്രവാദത്തിൽ നിന്നും ഒരു പടിയെങ്കിലും അകലെയാണ് കേരളം എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. വിശദാംശങ്ങൾ എന്ത്? സുപ്രധാന വിവരമാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഈ മൊയ്തീൻ കുട്ടിയുടെ അറസ്റ്റിന് പിന്നാലെ ലഭിച്ചിരിക്കുന്നത്. അതായത് ഇയാള് PFIയുടെ ഒരു മാസ്റ്റർ ട്രെയിനർ ആയിരുന്നു എന്നതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അന്ന് നിരോധനം വന്നപ്പോൾ PFIയെ നിരോധിച്ച ഘട്ടത്തിൽ ഇയാൾ ഇവിടെ നിന്ന് കടന്ന് ഒളിവിൽ പോയതാണ് വിദേശത്ത്. അപ്പോൾ ഈ മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ആൾ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ആയുധ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ കായിക ആയുധ പരിശീലന വിങ്ങിന്റെ കോർഡിനേറ്ററായി ഒക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. വർഷങ്ങളോളം ഇത്തരത്തിൽ ആയുധ പരിശീലനം പലർക്കും നൽകിയിട്ടുണ്ട്. ഏകദേശം 100 കണക്കിന് യുവാക്കൾക്ക് ഇത്തരത്തിലുള്ള പരിശീലനം നൽകിയിട്ടുണ്ട് എന്നതാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ടത്, മുൻപ് ഈ എതിരാളികളെ വകവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് അടക്കം PFI രൂപീകരിച്ചിരുന്നെന്നും അത് കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് ദേശീയ അന്വേഷണ ഏജൻസി. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നിരുന്നതാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഈ ആയുധ പരിശീലനത്തിന്റെ കൂടുതൽ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തേക്ക് എത്തുന്നത്. അത് വളരെ ഗൗരവതരമാണ്. മാത്രമല്ല, UAEയിലേക്കാണ് ഇയാൾ ഒളിവിൽ പോയത്. അവിടെ ഒരു സൂപ്പർവൈസർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവിടെ ആരൊക്കെയാണ് ഇയാൾക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത്, അത്തരം കാര്യങ്ങളിലേക്കും അന്വേഷണം NIA വ്യാപിപ്പിക്കും. അതോടൊപ്പം തന്നെ ഇയാൾ ഈ നിരോധന സമയത്ത് PFIയെ നിരോധിച്ച ഘട്ടത്തിൽ ഇയാൾ വളാഞ്ചേരിയിൽ ഒരു ആക്രിക്കട നടത്തുകയായിരുന്നു എന്നതാണ് NIAക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു വിവരം. എന്തായാലും ഇയാളെ സംരക്ഷിച്ചവർ അതോടൊപ്പം തന്നെ ഇയാളുടെ മറ്റു പ്രവർത്തികൾ ഉൾപ്പെടെ NIA അന്വേഷിക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും, എന്നിട്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യും. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട്. PFI തീവ്രവാദ കേസിലെ 70ാം പ്രതിയാണ്. മുൻപ് PFI കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുകയും തീവ്രവാദ ബന്ധം സംഘടനയോടെ കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. തുടർന്നാണ് ഈ സംഘടനയെ കേന്ദ്രം നിരോധിക്കുന്നത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ നിരവധി പേർ വലയിലാവുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. എന്തായാലും സുപ്രധാന വിവരങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇയാളുടെ അറസ്റ്റോടുകൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ശരി, എസ് രാഗിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിലാണ് PFI പ്രവർത്തകൻ അറസ്റ്റിലായത്. ദുബായ് കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുകയായിരുന്നു. ഇയാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.